അപ്പോൾ ഇന്ന് നമുക്കൊരു കൊഞ്ച് ഫ്രൈ ഉണ്ടാക്കാം. എങ്ങനെയാണ് കൊഞ്ച് ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം കഴുകി വൃത്തിയാക്കിയ 200 ഗ്രാം കൊഞ്ചുണ്ട്. ഇതിനാണ് നമ്മൾ നീളത്തിലാണ് പൊരിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഈർക്കിൽ വേണം. ഈർക്കിൽ എന്തായിരുന്നാലും ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടൂത്ത് പിക്കാണ് എടുത്തിട്ടുള്ളത്. ടൂത്ത് പിക്ക് വെച്ച് നമുക്ക് ഇതിന് കൊഴുത്ത് വയ്ക്കാം, എന്നിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ആദ്യം ഇങ്ങനെ എടുത്ത് നീളത്തിൽ ഇങ്ങനെ ഈർക്കിലുണ്ടെങ്കിൽ അത് മതി. നമുക്കിപ്പോൾ ഈർക്കിലിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ ചെയ്യും. നമുക്ക് ഫ്ലാറ്റിൽ നിൽക്കുന്നതുകൊണ്ട് ഈർക്കിൽ നമുക്കിവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇതേപോലെ കൊഴുത്തെടുക്കണം. അതുപോലെ എല്ലാം കൊഴുത്തെടുക്കണം. ടൂത്ത് പിക്കാണ് നല്ല വൃത്തിയായിട്ട് നേരെയിരിക്കും. നല്ല വൃത്തിയായിട്ടുള്ളത് ഇതാണ്, ടൂത്ത് പിക്കാണ് നല്ലത് ഇറക്കിനേക്കാട്ടി. ഇതെല്ലാം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. നീളത്തിന് പൊരിക്കാൻ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഞാൻ ഇത് ഇങ്ങനെ ഇവിടെ വച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഇത് അല്ലാതെ തന്നെ പൊരിക്കാനായിട്ട് വയ്ക്കാം കുറച്ച്. ബാക്കി ഇത്രയും ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ ചേർക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം 1/2 ടീസ്പൂൺ ഉപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി. പിന്നെ വേണ്ടത് 4 ചെറിയ ഉള്ളി, 2 കഷ്ണം ഇഞ്ചിയും 1 പച്ചമുളകും, 5 വെളുത്തുള്ളി. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും എല്ലാം കുറേശ്ശെ മതി. 4 ചെറിയ ഉള്ളി. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാം. അതെല്ലാം കൂടെ ഇതിലൊന്ന് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് ഇടാം. നമുക്ക് ഇതിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരി, അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഇത് തേച്ച് പിടിപ്പിക്കണം. ഇതിലോട്ട് കൊഞ്ച് തേച്ച് പിടിപ്പിക്കണം. ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇതുപോലെ ഫ്രിഡ്ജിൽ വച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നല്ലത്. വെളിച്ചെണ്ണയിൽ തന്നെ വറുത്ത് പോരാം. ഞാൻ ഈ പാൻ എടുത്തത് ഇതിനാകുമ്പോൾ എണ്ണ പിടിക്കില്ല, എണ്ണ കുറച്ച് മതി, നല്ലതുപോലെ പൊരിച്ചെടുക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ പാൻ തന്നെ എടുത്തത്. ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. ഇത് നല്ല മണം തന്നെ, ഇപ്പോഴേ ഇട്ടപ്പോഴേ നല്ല മണം വരുന്നുണ്ട്. കാരണം ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ മണം നല്ലതുപോലെ വരുന്നുണ്ട്. കുരുമുളക് വേണമെന്നുള്ളവർക്ക് ഇടാം, ഞാൻ പക്ഷേ ഇട്ടില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും തന്നെ ധാരാളമാണ്. ഇപ്പോൾ സഹിക്കാൻ വയ്യാത്ത ചൂടാണ്. അതുകൊണ്ട് എല്ലാവരും നല്ലതുപോലെ വെള്ളം കുടിച്ചാലേ തലവേദനയൊക്കെ മാറിക്കിട്ടും. തലവേദനയ്ക്ക് ഒരേ ഒരു മരുന്ന് വെള്ളം കുടിയല്ല. ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക. ദിവസം ഒരു 3 ലിറ്ററെങ്കിലും കുടിച്ചിരിക്കണം. കുറഞ്ഞത് 2 ലിറ്റർ, അല്ല 3 ലിറ്ററിനകത്ത് കുടിച്ചിരിക്കണം. 2-നും 3-നും ഇടയ്ക്ക് കുടിച്ചിരിക്കണം. കാരണം ഈ സമയത്ത് പിടിച്ചില്ലെങ്കിൽ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സമയമാണ്. അതുകൊണ്ട് നല്ലതുപോലെ വെള്ളം കുടിക്കുക. നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം.
ഇത് നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. കുറച്ച് എണ്ണ മതി, ഇനി കുറച്ചേ ഉള്ളൂ. എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. വേറെ ഒന്നും അധികം ചേർക്കൽ, ഇതിൽ ചേർത്തിരിക്കുന്നത് പോലെ മാത്രമേ ചേർക്കാവൂ. കാരണം കൊഞ്ചിൽ വലുതായിട്ട് അങ്ങനെ എരിയും അങ്ങനെയൊന്നും പിടിക്കാത്തതാണ്. ഒരു ടേസ്റ്റ് വേണമല്ലോ, അതിന് ഞാൻ അതെല്ലാം കറക്റ്റിന് ചേർത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം.